എല്ലാ കൂട്ടുകാർക്കും എൻജോയ് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ റിലേറ്റിവിസ്റ്റിക് മാസ് വേരിയേഷൻ, അതേപോലെ തന്നെ ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ എന്നീ കോൺസെപ്റ്റുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ റിലേറ്റിവിസ്റ്റിക് മാസ് വേരിയേഷനും ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷനുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 9.1 × 10⁻³ കിലോഗ്രാം. ദെൻ വാട്ട് വിൽ ബി ഇറ്റ്സ് മാസ് ഇഫ് ഇറ്റ് വെയർ മൂവിങ് വിത്ത് 4/5 സ്പീഡ് ഓഫ് ലൈറ്റ്. വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ 4/5 ആ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് റസ്റ്റ് മാസ് 9.1 × 10⁻³ കിലോഗ്രാം. ഇനി വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 4/5 ഓഫ് സി, ദാറ്റ് ഈസ് 4/5 × c ഈക്വൽ ടു ഞാൻ എഴുതി 0.8 c. അങ്ങനെ ഇലക്ട്രോൺ 0.8 c വേഗതയോടെ സഞ്ചരിക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? നമുക്കറിയാവുന്ന റിലേഷൻ റിലേറ്റിവിസ്റ്റിക് മാസ് m ഈക്വൽ ടു m0/√1 - v²/c². ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് m0 ഡിവൈഡഡ് ബൈ √1 - 0.8 c (c²) എനിക്ക് കിട്ടും m0/√0.36 ഈക്വൽ ടു എത്രയാണ്? 9.1 × 10⁻³ ഡിവൈഡഡ് ബൈ 0.6. നമുക്ക് ആൻസർ കിട്ടും 15.16 × 10⁻³ കിലോഗ്രാം. ദെൻ രണ്ടാമത്തെ ചോദ്യം, അറ്റ് വാട്ട് സ്പീഡ് വിൽ ദ മാസ് ഓഫ് എ ബോഡി ബി ടോയ്സ് ഇറ്റ്സ് റസ്റ്റ് മാസ്? റസ്റ്റ് മാസ് m0 ആണ്. മൂവ് ചെയ്യുന്ന സമയത്ത് അത് ഡബിൾ ആവുന്നു, ദാറ്റ് ഈസ് 2m0 ആവുന്നു. അതുകൊണ്ട് ഞാൻ കൊടുത്തു ഗിവൺ m ഈക്വൽ ടു 2m0. ദെൻ അറിയാവുന്ന ഇക്വേഷൻ m ഈക്വൽ ടു m0/√1 - v²/c². ദെൻ അതിൽ നിന്ന് ഞാൻ √1 - v²/c² m0 ഡിവൈഡഡ് ബൈ m എന്ന് എടുക്കുന്നു. മീൻസ് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 1 - v²/c² ഈക്വൽ ടു m0/m ദ ഹോൾ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് v²/c² ഈക്വൽ ടു കിട്ടും 1 - m0/m ദ ഹോൾ സ്ക്വയർ, ദെൻ 3/4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ v² എന്ത് കിട്ടും? 3/4 c². സോ വിയുടെ വാല്യൂ എന്താണ്? √3/2 c. സോ ഡബിൾ റസ്റ്റ് മാസിൻ്റെ ഡബിൾ ആകുന്ന സ്പീഡ് എത്രയാണെന്ന് വെച്ചാൽ v = √3/2 c. ദെൻ മൂന്നാമത്തെ ചോദ്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ജാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ ക്യൂബിക്കൽ ബോഡി ഹാസ് എ ഡെൻസിറ്റി. അപ്പം ഇനിഷ്യലി ഉള്ള ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അതായത് റെസ്റ്റിലിരിക്കുന്ന സമയത്തെ ഡെൻസിറ്റിയാണ്. സോ അതിനെ ഞാൻ എന്ത് വിളിച്ചു? ρ0. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്. ദെൻ ക്യൂബിൻ്റെ വോളിയം ലെങ്തുകളുടെ ക്യൂബാണ്. സോ ഇനിഷ്യൽ ഡെൻസിറ്റി ρ0 ഈക്വൽ ടു ഞാൻ കൊടുത്തു m0/L0³ ഈക്വൽ ടു എത്രയാണ്? 8000 kg/m³. ദെൻ ചോദ്യം എന്താണ്? ഇഫ് ഇറ്റ് ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 2 × 10⁸ m/s along its one edge. ഏതെങ്കിലും ഒരു എഡ്ജിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് പുതിയ ഡെൻസിറ്റി? അപ്പം ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു, കാണാൻ നിങ്ങൾക്ക്. പോസിറ്റീവ് x ഡയറക്ഷൻ, ആ എഡ്ജിൻ്റെ ഡയറക്ഷനിലാണ് ഈ ക്യൂബ് മൂവ് ചെയ്യുന്നത് വിത്ത് സ്പീഡ് v. ദെൻ സിയുടെ വാല്യൂ നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി ക്യൂബിൻ്റെ സൈഡിൻ്റെ നീളം ഞാൻ L0 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വോളിയം എന്തായിരിക്കും? L0³. സോ ഡെൻസിറ്റി ഈസ് m0/L0³. ഇനി മൂവ് ചെയ്യുന്ന സമയത്ത് മാസും ചേഞ്ച് ചെയ്യും, അതേപോലെ തന്നെ ലെങ്തും ചേഞ്ച് ചെയ്യും. സോ ലെങ്ത് കോൺട്രാക്ട് ചെയ്യും. സോ ലെങ്ത് കോൺട്രാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സൈഡ് കോൺട്രാക്ട് ചെയ്യുന്നു. സോ അതിൻ്റെ ഇക്വേഷൻ L ഈക്വൽ ടു L0 × √1 - v²/c² ഈക്വൽ ടു L0 × √1 - വിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് L കിട്ടും √5 L0/3. അതായത് വിക്ക് 2 × 10⁸ സിക്ക് 3 × 10⁸ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂ ലെങ്ത്, അതായത് എക്സ് ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്ത പുതിയ ലെങ്ത് കിട്ടും √5 L0/3. അങ്ങനെയാണെങ്കിൽ ന്യൂ വോളിയം എന്ന് പറഞ്ഞാൽ 3 ലെങ്തുകളുടെയും കൂടെ ക്യൂബാണ്. അപ്പോൾ ന്യൂ ലെങ്ത് L × ഇനിഷ്യലി y ഡയറക്ഷനിലും z ഡയറക്ഷനും L0 തന്നെ. സോ എനിക്ക് കിട്ടും √5/3 × L0³. അങ്ങനെയാണെങ്കിൽ ദെൻ ന്യൂ വോളിയം അല്ല, ഇവിടെ ന്യൂ ഡെൻസിറ്റി എന്ന് കൊടുക്കാം. സോ ന്യൂ ഡെൻസിറ്റി
റോ ഡാഷ് എന്ന് വിളിക്കും. അപ്പം ന്യൂ മാസ് ഡിവൈഡഡ് ബൈ ന്യൂ വോളിയം. ന്യൂ മാസ് എന്ന് പറഞ്ഞാൽ റിലേറ്റിവിസ്റ്റിക് മാസ്, കാരണം അത് മൂവ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ m0 ഡിവൈഡഡ് ബൈ √(1 - v²/c² ഇൻറ്റു ഞാൻ എഴുതുന്നു 1/v'. ദെൻ m0 ഡിവൈഡഡ് ബൈ വിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് √(1 - v²/c² എന്ന് പറയുന്ന ടേമിന് √5/3 എന്ന് കിട്ടും. ഇൻറ്റു 1/v' എന്ന് പറഞ്ഞാൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു √5/3 ഇൻറ്റു L0³ ഇനി സിംപ്ലിഫൈ ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? m0/L0³ ഇൻറ്റു 9/5 എന്ന് കിട്ടും. m0/L³ നമ്മൾ തൊട്ട് മുൻപിൽ കാണിച്ചിട്ടുണ്ട്. എന്താണത്? m0/L0³ എന്ന് പറയുന്നത് ρ0 ആണ്. സോ ρ0 ഇൻറ്റു 9/5. ρ0യുടെ വാല്യൂ 8000. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഉത്തരം എത്ര കിട്ടും? 14400 kg/m³. സോ അതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ അവിടെ ലെങ്തും റിലേറ്റീവ് മോഷൻ അനുസരിച്ച് മാറുന്നു, മാസും മാറുന്നു. ഇത് രണ്ടും കൂടെ പരിഗണിക്കുമ്പോഴാണ് റിലേറ്റീവ് മോഷൻ എങ്ങനെയാണ് ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യുന്നതെന്ന് കിട്ടുന്നത്. ഓക്കെ, ഞാൻ നാലാമത്തെ ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. എപ്പോഴൊക്കെയാണ്? ഒന്ന്, ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈക്വൽ ടു റെസ്റ്റ് മാസ് എനർജി. ദെൻ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ടോട്ടൽ എനർജി. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. കൈനറ്റിക് എനർജി, റിലേറ്റിവിസ്റ്റിക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ E=mc² ആണ്. റെസ്റ്റ് എനർജിയെ ഞാൻ E0 എന്ന് വിളിക്കുന്നു, ദാറ്റ് ഈസ് m0c². ഇനി നമുക്കറിയാം, ചോദ്യത്തിൽ പറയുന്നുണ്ട് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു റെസ്റ്റ് എനർജി. സോ ഞാൻ mc² ഈക്വൽ ടു കൊടുത്തു m0c². കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ EK. അതെന്താണ്? m - m0 ഇൻറ്റു c² ആണ്. ഞാനപ്പോൾ mc² പകരം കൊടുത്തു m - m0 ഇൻറ്റു c² ഈക്വൽ ടു m0c². ദെൻ ഇടതുവശത്ത് കിടക്കുന്ന m0c² വലതുവശത്ത് കൊണ്ടുപോകുമ്പം mc² ഈക്വൽ ടു കിട്ടും 2m0c². c² ക്യാൻസൽ ചെയ്താൽ m ഈക്വൽ ടു എന്താ കിട്ടും? 2m0. ഇനി m എന്ന് പറഞ്ഞാൽ റിലേറ്റിവിസ്റ്റിക് മാസ്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു m0/√(1 - v²/c² ഈക്വൽ ടു 2m0. അതിൽ നിന്ന് √(1 - v²/c² എടുക്കുന്നു, ദെൻ 1 - v²/c² എടുക്കുന്നു, ദെൻ v²/c² എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? v = √3c ഡിവൈഡഡ് ബൈ 2. അതാണ് ആരുടെ വാല്യൂ? വിയുടെ വാല്യൂ. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് ഓഫ് ദ ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജി തൊട്ട് മുൻപിൽ എഴുതിയോണം mc² മൈനസ് m0c². ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ mc². സോ അതിൻ്റെ പകുതി. ദെൻ ഇടതുവശവും വലതുവശവും റീഅറേഞ്ച് ചെയ്യുന്നു. അന്നേരം എനിക്ക് എന്ത് കിട്ടും? mc² മൈനസ് ഹാഫ് mc² m0c². ദെൻ 1 മൈനസ് ഹാഫ്, 1 മൈനസ് ഹാഫ് ആണ് ഈക്വൽ ടു m0c². അതിൽ നിന്ന് m ഈക്വൽ ടു കിട്ടും 2m0. ഇനി എമ്മിന് പകരം m0/√(1 - v²/c² എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു എത്ര കിട്ടും? അത് 2m0. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു √(1 - v²/c² ഈക്വൽ ടു 1/2. അതിൽ നിന്ന് v²/c² 3/4. അതിൽ നിന്ന് v എന്തോ കിട്ടും? √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു c. അപ്പോൾ കൈനറ്റിക് എനർജി ടോട്ടൽ എനർജിയുടെ ഹാഫ് ആവുന്ന സ്പീഡ് എത്ര എന്ന് ചോദിച്ചാൽ v = √3/2c. ദെൻ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിനെ വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 3 × 10⁸ m/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിലും ചെറിയ വാല്യൂ നിങ്ങൾക്ക് മീൻസ് സിംപ്ലിഫൈഡ് ആയ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ദെൻ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2016 CSIR നെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കാണാം. ഇൻ ദ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ LHC, ലോകത്തെ ഏറ്റവും വലിയ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ആയിരുന്നു നിലവിലുള്ള LHC, ടു ഈക്വൽ എനർജി ഫോട്ടോൺ ബീം ട്രാവേഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് എലോങ് എ സർക്കുലാർ പാത്ത് ഓഫ് ലെങ്ത് 27 കിലോമീറ്റർ. ദെൻ ടോട്ടൽ സെൻറ്റർ ഓഫ് മാസ് എനർജി ഓഫ് പ്രോട്ടോൺ പെയർ ഈസ് 14 ടെറാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ടെറാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 10⁻10 കൊണ്ട് ഗുണിക്കണം. ദെൻ ടൈം ടേക്കൺ ബൈ എ പ്രോട്ടോൺ ടു ട്രാവേഴ്സ് ദ എൻറ്റയർ പാത്ത്. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കിയാൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 2 പ്രോട്ടോണുകളുടെ എനർജി 14 ടെറാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരാളുടേത് കണ്ടുപിടിക്കാം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും? അത് ടോട്ടൽ എനർജി ഓഫ് 1 പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 7 ടെറാ ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഈസ് 7 × 10⁻12 ഇലക്ട്രോൺ വോൾട്ട്. ഇനി നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. റെസ്റ്റ് മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് 1.67 × 10⁻27 കിലോഗ്രാം. അതിന് ഇക്വലൻ്റായ എനർജി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എത്രയാണത്?
938 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഈസ് 938 ഇൻറ്റു 10⁻6 ഇലക്ട്രോൺ വോൾട്ട്. ഇനി ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ mc² ആണ്. സോ എമ്മിന് വരെ ഞാൻ കൊടുക്കുന്നു m0 ഡിവൈഡഡ് ബൈ √1 - v² ഇൻറ്റു c². m0 c² വരെ E0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ എന്താണ്? E0 ബൈ √1 - v² c². ഇനി ഞാൻ അതിൽ നിന്ന് 1 ബൈ √1 - v² c² ഈക്വൽ ടു E/E0 എന്ന് എടുക്കുന്നു. 1 ബൈ √1 - v² c² ഈസ് ഗാമ. ഗാമ ഈക്വൽ ടു ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ E0യ്ക്ക് പകരം എത്രയാണ്? ഗാമയാണ്. 1 ബൈ ഗാമ E/E0 ആണ്. ഇക്ക് പകരം ഞാൻ ഈ വാല്യൂ കൊടുത്തു, ദാറ്റ് ഈസ് കൊടുത്തു. E0യ്ക്ക് ഇതും കൊടുക്കുന്നു. ഗാമയുടെ വാല്യൂ കിട്ടും 7463. ഇനി ഗാമയുടെ വാല്യൂ ഈ ഇക്വേഷനിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെലോസിറ്റി കിട്ടും. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 0.99 c. അതിനെ നമുക്ക് ഈക്വൽ ടു c എന്ന് കൊടുക്കാം. അതിൻ്റെ അർത്ഥം ഈ പ്രോട്ടോൺ മൂവ് ചെയ്യുന്ന സ്പീഡ് c ആണ്. ഇനി ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് സർക്കുലർ പാത്ത്. അപ്പോൾ കറങ്ങുന്ന സമയത്ത് എടുക്കുന്ന സമയം, അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് ഭാഗം വേഗത. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d, വേഗത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോട്ടോൺ പോകുന്ന സ്പീഡ് അപ്രോക്സിമേറ്റ്ലി എത്ര എന്ന് കിട്ടി? c എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിൻ്റെ നീളം 27 × 10⁻³ ബൈ 3 × 10⁻5. എത്ര കിട്ടി? 9 × 10⁻⁻5. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ടൈം, ഇതെന്ന് പറയുന്ന ഡയലേറ്റഡ് ടൈമാണ്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? പ്രോപ്പർ ടൈം ഈസ് ഈക്വൽ ടു നമ്മൾ ടൈം ഡയലേഷനിൽ പഠിച്ചിട്ടുണ്ട്, ഇംപ്രോപ്പർ ടൈം ഇൻറ്റു √1 - v² c². ഇതെന്ന് പറയുന്നത് ഇംപ്രോപ്പർ ടൈമാണ്, മൂവ് ചെയ്യുന്ന സമയത്തെ ടൈം. സോ t ഇൻറ്റു √1 - v² c² എന്ന് പറയാൻ കൊടുക്കാം 1 ബൈ ഗാമ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാമ എന്താണ്? 1 ബൈ റൂട്ട് ആണെങ്കിൽ √1 - v² c² വരെ 1 ബൈ ഗാമ. ഗാമ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ നമുക്ക് 9 × 10⁻5 ആണ് t ഇൻറ്റു 1 ബൈ ഗാമ എന്ന് പറഞ്ഞാൽ 1/7463. അതെത്ര കിട്ടും? 1.2 × 10⁻⁻9. ദിസ് ഈസ് ദ പ്രോപ്പർ ടൈം. അപ്പോൾ പ്രോപ്പർ ടൈമിനേക്കാൾ കൂടുതലാണ് ആരെന്ന് പറയുന്നത്? ഇംപ്രോപ്പർ ടൈം ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1.2 × 10⁻9 വലുതാണ് 9 × 10⁻5. ഓക്കെ, സോ അതാണ് 2016 നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ. തൊട്ടടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിച്ചത് 2012 ഡിസംബറിലാണ്. നെറ്റിന് തന്നെ ചോദിച്ചതാണ്. കാണാം, മ്യൂൺ ഹാസ് മാസ്. കണ്ടോ, എനർജി ബൈ c² ആണ്. സോ ഇറ്റ് ഈസ് മാസ്. ആൻഡ് മ്യൂൺ ലൈഫ് ടൈം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 2.2 മൈക്രോസെക്കൻഡ് ഇൻ ഇറ്റ്സ് റെസ്റ്റ് ഫ്രെയിം. അപ്പോൾ റെസ്റ്റ് ഫ്രെയിം ആയതുകൊണ്ട് ഇത് റെസ്റ്റ് മാസാണ്, ഇത് എന്താണ്? പ്രോപ്പർ ടൈം ഇൻ്റർവെല്ലാണ്. ദെൻ മീൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മ്യൂൺ ഓഫ് എനർജി. ഈ എനർജി എന്ന് പറയുമ്പോഴും ഇവിടെ c² ഡിവൈഡഡ് ബൈ c² ആയതുകൊണ്ട് ഇതിനെ നമുക്ക് മാസ് ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്? മ്യൂൺ ദെൻ മീൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നത് റെസ്റ്റ് മാസ് തന്നിട്ടുണ്ട്, മൂവിങ് മാസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം സ്പീഡ് കണ്ടുപിടിക്കാം. അറിയാവുന്ന ഇക്വേഷൻ m = m0 ഡിവൈഡഡ് ബൈ √1 - v² c². അതിൽ നിന്ന് √1 - v² c² എഴുതി, ദെൻ 1 - v² c² എഴുതി, ദെൻ v² c² എഴുതുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് v² c² എന്ന് പറയുന്നത് 1 - 1/9 എന്ന് കിട്ടും. അതിൽ നിന്ന് v² c² 8/9 കിട്ടും, v² 8c²/9 കിട്ടും. വെലോസിറ്റി എത്രയാണ്? √8c/3. അപ്പോൾ ആ മ്യൂൺ സഞ്ചരിക്കുന്ന സ്പീഡ് കിട്ടി. എത്രയാണത്? √8c/3. സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? √8 × 10⁸8 m/s. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവെൽ ഈസ് പ്രോപ്പർ ടൈം ഇൻ്റർവെൽ ഡിവൈഡഡ് ബൈ √1 - v² c². പ്രോപ്പർ ടൈം ഇൻ്റർവെൽ മീൻസ് റെസ്റ്റ് ഫ്രെയിമിലെ ടൈം ഇൻ്റർവെൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവിങ് ഫ്രെയിമിലിരിക്കുമ്പോൾ ടൈം ഇൻ്റർവെലാണ് ഇംപ്രോപ്പറിൽ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എനിക്ക് എത്ര കിട്ടും? 6.6 × 10⁻⁻6 സെക്കൻഡ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം, ദാറ്റ് ഈസ് വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി √8 × 10⁸8 കിട്ടിയിട്ടുണ്ട്. ദെൻ ഇംപ്രോപ്പർ ടൈം ഇൻ്റർവെൽ 6.6 × 10⁻⁻6. അതിൻ്റെ അർത്ഥം എന്താ? എത്ര ദൂരം സഞ്ചരിക്കും? 1.86 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം ഡയലേഷൻ്റെ ഏറ്റവും നല്ല എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ് ഈ മ്യൂണുകൾ റിലേറ്റീവ് മോഷൻ മൂലം കൂടുതൽ ദൂരം സഞ്ചരിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ കണ്ടത്. ദെൻ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്
2019 ജാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കാണാം. ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം വെലോസിറ്റി c/3 ടു 2c/3. അതായത് സ്പീഡ് c/3യിൽ നിന്ന് 2c/3യിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള വർക്കാണ്. ഇനി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് റെസ്റ്റ് എനർജി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ സ്പീഡിനെ v1 എന്ന് കൊടുക്കുന്നു, c/3. ആ സമയമുള്ള ആരുടെ മാസ്? ഇലക്ട്രോണിൻ്റെ മാസ് m1. സ്പീഡ് കൂട്ടി v2 ആയി. ആ സമയത്തെ മാസ് m2. നമുക്കറിയാവുന്ന റിലേഷൻസ്, റിലേറ്റിവിസ്റ്റിക് മാസ് m എന്ന് പറഞ്ഞാൽ m0/√1 - v²/c². സോ അതിൽ നിന്ന് m1 എഴുതി. അപ്പം വിക്ക് പകരം v1 കൊടുത്തു. m2ന് പകരം m0/vക്ക് പകരം v2 കൊടുത്തു. ദെൻ കൈനറ്റിക് എനർജി അറിയാവുന്ന റിലേറ്റിവിസ്റ്റിക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ mc² - m0c². m0c² ആണ് റെസ്റ്റ് എനർജി. ദെൻ ഫസ്റ്റ് സ്പീഡിലെ കൈനറ്റിക് എനർജി k1. സോ മാസ് m1 ആണ്. സെക്കൻഡ് സ്പീഡിൻ്റെ കേസിൽ കൈനറ്റിക് എനർജി k2. ആ സമയത്ത് മാസ് m2 ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് എനർജി തിയറം അനുസരിച്ച് വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഞാൻ k2 - k1 ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? m2 - m1 × c². ഇനി m2ന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. m0/√1 - v²/c² മൈനസ് m1ന് പകരം m0/√1 - v1²/c² × c². ഓക്കെ, m0 കോമൺ എടുത്തു. അപ്പോൾ m0c² ഒരുമിച്ച് എഴുതാം. ദെൻ നമ്മൾ ഈ v2ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, v1ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v2 എന്ന് പറയുന്ന തൊട്ടുമേളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എത്രയാണ് വാല്യൂ? v2 2c/3യും v1 c/3യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വാല്യൂസ് കിട്ടും. ദെൻ m0c² കോമൺ എടുക്കുന്നു. കോമൺ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ടേമുകളെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് കിട്ടും 3/√5 - 3/√8. ഇനി m0c² എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എനർജി. അത് എത്ര? 0.511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. മില്യണിനെ മാറ്റാൻ 10⁻⁶. 3 കോമൺ എടുത്താൽ 1/√5 - 1/√8 അത്ര എന്താണ്? ഇലക്ട്രോൺ വോൾട്ട്. ഇനി 1/√5 - 1/√8 ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്ത് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര കിട്ടും? 143.58 × 10⁻³ ഇലക്ട്രോൺ വോൾട്ട്. സോ ഫൈനൽ ആൻസർ ഈസ് 143.58 കിലോ ഇലക്ട്രോൺ വോൾട്ട്. സോ അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം ചെറിയതായിട്ട് മിസ്റ്റേക്ക് വന്നിരുന്നു. ടെറാ വോൾട്ട് എന്ന് പറയുന്നത് 10⁻10 അല്ല, 1 ടെറാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1 TeV എന്ന് പറയുന്നത് 10⁻12 EV ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സോ ഇത്രയാണ് റിലേറ്റിവിസ്റ്റിക് മാസ്, അതേപോലെ തന്നെ മാസ് എനർജി റിലേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു.